അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വേസ്റ്റ് ക്ലോത്ത്സ് വെച്ച് മാല ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടും എന്നാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ചുരിദാർ തച്ചപ്പോൾ വേസ്റ്റായി കിട്ടിയ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഞാൻ വീതി 3 ഇഞ്ചും നീളം 34 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. തുണിയുടെ ഒരേ ഭാഗത്തും കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പീസ് കിട്ടും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 12 mm വൈറ്റ് ബീഡ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബീഡ്സ് വേണമെങ്കിലും എടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ബീഡ് എടുത്ത് അതിൻ്റെ അളവെടുക്കാം. ഞാൻ പറയുന്നതിനെക്കാട്ടിയും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് എടുക്കാം. എന്നിട്ട് അതിൻ്റെ നല്ല വശം അകത്താക്കി വെക്കുന്ന രീതിയിൽ മടക്കിയെടുക്കാം. അതായത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. നല്ല വശം അകത്താവുന്ന രീതിയിൽ മടക്കിയെടുക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ ബീഡിൻ്റെ അളവെടുത്തൊരു പീസില്ലേ, ആ പീസ് എടുത്ത് തുണിയിൽ അളവ് മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ പറയുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ ചെയ്താൽ മതി. തുണിയുടെ എൻഡ് ഭാഗം വരെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് മാർക്കിങ്ങിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ആ മാർക്കിങ്ങിൽ കൂടി സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തയ്യൽ തുമ്പ് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ആ പീസ് തുണി ഒന്ന് മറിച്ചിട്ടെടുക്കണം. ഞാനിവിടെ ഒരു പേന ഉപയോഗിച്ച് മറിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇവിടെ തുണി മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം ഒരു ബീഡ് എടുത്ത് അതിൻ്റെ ഉൾഭാഗത്ത് കൂടെ ഇട്ട് കൊടുക്കണം. ആ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. അതിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ ആ ബീഡ് കൊണ്ടുവരണം. ഇനി ഒരു നൂലും സൂചിയും എടുത്ത് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബീഡൊന്ന് ടൈറ്റായിട്ട് പിടിച്ച് അതിൻ്റെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ തുണിയുടെ 2 ഭാഗത്തും ഒരേ ബീഡ്സ് വെച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്തില്ലേ, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം. 2 ഭാഗത്തും ഇതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബീഡ്സും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ബീഡ്സ് ഇടണം, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ മെത്തേഡിൽ തന്നെ എല്ലാ ബീഡ്സും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ബീഡ്സും കോർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാലയൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. തുണിയുടെ ഒരു പീസ് എടുത്ത് അതിൻ്റെ എൻഡ് ഭാഗം ഉള്ളിലോട്ട് മടക്കി വെച്ചതിന് ശേഷം മറ്റേ പീസ് തുണിയെടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോയിൽ ചെയ്തതുപോലെ ചെയ്താൽ മതി. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിളായിട്ട് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് നോക്കിയേ. എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.